തൃശ്ശൂർ പോലൊരു ടൗണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കുളം ഉണ്ടാകാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയും? ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല എത്രയും നാളും ടൗണിലുണ്ടായിട്ട് പോലും ഇതുപോലൊരു മനോഹരമായിട്ടുള്ള കുളം. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര മൂഡാണ് ഇവിടെ. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ കൺട്രോൾ ഉണ്ടായിരുന്ന ഒരു കുളമാണ്. ഇപ്പോൾ ഇത് ക്ഷേത്രത്തിൻ്റെ ഒരു കൺട്രോളിലാണ് അല്ലേ? ആകുമ്പോൾ രാകേഷൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് വൈകുന്നേരം ഇവിടെ വന്നിരിക്കാറുണ്ട്. രാജേഷ് എന്താ പറയാനുള്ളത്? നമസ്കാരം. തൃശ്ശൂർ കോർപ്പറേഷന്റെ പരിധിയിലുള്ള ഒരു കുളമായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടത്. ഇപ്പോ അമ്പലത്തിന്റെ ഇവിടെ ക്ഷേത്രം ഉണ്ട് തൊട്ടപ്പുറത്ത് തന്നെ. ഹനുമാൻ. രാകേഷ് നല്ല ക്ലീൻ വാട്ടർ അല്ലേ? ഇത് വെൽ മെയിൻറ്റെയിൻസ് കേട്ടോ. ചെരുപ്പും ഷൂസ് ഇട്ടും എണ്ണയൊന്നും ഉപയോഗിച്ച് സോപ്പിട്ടൊന്നും കുളിക്കാനൊന്നും പാടില്ല അല്ലേ? അതെ. ഇനിയിപ്പോ എത്ര ചൂടാണെങ്കിലും എത്ര കൊടു വേനലാണെങ്കിലും ഇതുപോലെ ഒരു 4 മണിക്ക് ശേഷം കുളത്തിലൊക്കെ വന്ന് നീരാടുന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രത്യേക വൈബാണ്. പ്രത്യേകിച്ച് ഇത് തൃശ്ശൂർ ടൗണിൽ ഇങ്ങനെ ഒരു കുളം എന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിശയം. നിങ്ങളുടെ ഏരിയയിലൊക്കെ ഒരുപാട് വെള്ളം പാടം നമ്മുടെ അടുത്താണ്. ടൗണിന്റെ ഉള്ളിൽ ആദ്യമായിട്ടില്ല ടൗണിന്റെ ഏരിയയിൽ ഇത്രയും ഇത്രയും സ്ക്വയർ ഫീറ്റില് ഒരു കുളം ഉണ്ടെന്ന് പറയുമ്പോൾ ഈ കുളത്തിന്റെ ഒരു വലുപ്പം തന്നെ കാണുമ്പോൾ ഒരു 50 സെന്റ് മേലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്ര ഏരിയയിൽ ഒരു നല്ലൊരു കുളം. ക്ലീൻ വാട്ടർ. അതെ, ക്ലീൻ വാട്ടർ. ക്ലീൻ വാട്ടർ അത്രയും വൃത്തിയായിട്ട് നോക്കുന്നുണ്ട്. കാരണം വാഷ് ചെയ്യാൻ പറ്റില്ല, സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ജസ്റ്റ് വരുന്ന കുളിക്കുന്നു. നമ്മുടെ ശരീരത്തിലുള്ള അണുക്കള് ഇതിൽ വരുന്ന മത്സ്യങ്ങൾ അത് വലിച്ചെടുക്കുന്നുള്ളതാണ്. അപ്പൊ തന്നെ നമ്മൾ പ്യൂറായി. പിന്നെ മണ്ണ് തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു ഏറ്റവും വലിയ മിനറലാണല്ലോ. അപ്പോ അതിന് പിന്നെ വേറൊരു ഇതില്ല, സജഷൻ ഇല്ല. ഈ ഒരു വെള്ളം ജസ്റ്റ് ഇപ്പൊ കുട്ടികള് കുടിച്ചാൽ വരെ, കുട്ടികൾക്ക് ഇപ്പൊ പെട്ടെന്ന് തന്നെ നീന്തൽ പഠിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കുടിച്ചാലും നോ പ്രോബ്ലം എന്നുള്ളതാണ്. ഇതിൽ വേറൊരു കെമിക്കൽ ഇല്ല എന്നുള്ളതാണ്. വാഷ് ചെയ്യുമ്പോഴൊക്കെ സോപ്പും പൊടി അല്ലെങ്കിൽ ഞങ്ങളൊന്ന് കുളിക്കാനുള്ള സെറ്റപ്പിലല്ല വന്നത്. ജസ്റ്റ് ഇവിടെ കാലിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നല്ല ഒരു റിലാക്സേഷന് വേണ്ടി വന്നതാണ്. അതെ, നമ്മളൊരു ദിവസം നമുക്ക് തോർത്തുമുണ്ടൊക്കെ ആയിട്ട് വന്ന് ഇവിടെ വന്നു. അപ്പം ഇന്നത്തെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. പ്രത്യേകിച്ച് ഇതൊരു ബ്രാഹ്മൺസ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ വരാനുള്ളതിൻ്റെ കാരണം ഞങ്ങൾ ബൊമ്മകൊലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം കാണാനും പിന്നെ നമ്മൾ ആ ഒരു പരിപാടി കണ്ടിട്ട് നമ്മൾ നേരെ വന്നു എന്ന് മാത്രം. പിന്നെ ഇനിയുണ്ട് പൂങ്കുന്നം ക്ഷേത്രത്തിന്റെ സീതാരാമ ക്ഷേത്രത്തിലൊരു പരിപാടി ഉണ്ട്. അങ്ങനെ വന്നാണ് കേട്ടോ. ഓക്കെ.